ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കൊള്ളി വറുത്തത് അഥവാ കപ്പ വറുത്തത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു കൊള്ളി വറുത്തതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തത ഞാൻ ഈ കൊള്ളി വറുത്തതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ഞാനിവിടെ 1 കിലോ കൊള്ളി എടുത്തിട്ടുണ്ട്, ഇതേപോലെ പീസാക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടുവൊന്നും മുറിച്ച് കൊടുക്കണം. പിന്നെ ഞാനിവിടെ കൊള്ളി മുങ്ങാൻ പാകത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കണം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൊള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തൊരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട വഴിക്ക് നമുക്ക് എടുക്കുക. കൂടുതൽ നേരം ഇടരുത്, കാരണം ഈ കൊള്ളി വെന്ത് പോരുത്. 10 സെക്കൻഡ് മാത്രം ഇട്ടതിന് ശേഷം നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കനം കുറഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോട്ടൺ തുണിയിലെങ്ങാനും വെച്ച് കൊടുക്കുക. ഇതിലുള്ള വെള്ളം തന്നെ എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ് അങ്ങനെ നല്ല വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. അപ്പോൾ വെള്ളമെല്ലാം നന്നായി വലിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ വറുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ടാവണം ഓയിൽ. അപ്പോഴാണ് ഈ കൊള്ളിയിൽ ചെറിയ ചെറിയ പോളകൾ പോലെ വരുള്ളൂ. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറുതായി ഒന്ന് വറുത്ത് വന്ന് വരുമ്പോൾ, അതായത് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായി ഒന്ന് വറുത്ത് വന്നു തുടങ്ങിയെന്ന്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണം. എന്നാലാണ് ഇതിൽ ശരിക്കും ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പൊടിയുപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 2 വട്ടം ഒന്ന് ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതിയാവും. ഉപ്പുവെള്ളം തെളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നാലാണ് ഇത് നന്നായി മുരിഞ്ഞ് വരുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ചെറുതായി വെള്ള കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്താണ് നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ അത് അത്ര നേരം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് നന്നായി വറുത്ത് വന്നിട്ടുണ്ടെന്ന്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടിയുപ്പും കുറച്ച് മുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വറുത്തപ്പം തന്നെ നമ്മളിത് ചെയ്യണം, എന്നാലാണ് ഇതിലേക്ക് ഉപ്പും മുളകും പിടിക്കുള്ളൂ. പിന്നെ ഈ ചൂടിലിരുന്നിട്ട് മുളക് ചെറുതായി ഒന്ന് മൂക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുളക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ കൊള്ളിയും വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിന് മുമ്പ് നീളനുള്ള കൊള്ളി വറുത്തതിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കൊള്ളിയും വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ടപ്പം തന്നെ നമുക്ക് ഇളക്കിയിട്ടൊന്ന് എടുക്കാം. അതിനുശേഷം ഇതും കൂടി ആ കൊള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു ടിന്നിലിട്ട് അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇത് കേട് കൂടാതിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയേക്കണത് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ കൊള്ളി വറുത്ത് തന്നെയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.